ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം എംഎൽഎ MC കമറുദ്ദീനും മാനേജിംഗ് ഡയറക്ടർ TK പൂക്കോയത്തങ്ങളും അറസ്റ്റിൽ. തട്ടിപ്പ് നടത്തിയത് വ്യക്തമായ സാഹചര്യത്തിലാണ് നടപടി. 13 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. This news brought to you by ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ. യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ 10,000ങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. സർവീസ് കോംപ്ലക്സ്, ബസ് സ്റ്റാൻഡ്, ഉപ്പള. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ പരാതികളുടെ എണ്ണം 115 ഘട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം MC കമറുദ്ദീനെ അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് ASP വിവേക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ 10:30 മുതൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ MLAയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്ത 4 കേസുകളിൽ 420, 34 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അതേസമയം കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും തന്റെ കേസ് തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് അറസ്റ്റെന്നും MC കമറുദ്ദീൻ MLA ആരോപിച്ചു. ഇതുപോലും കേൾക്കാൻ നിന്നില്ല. രാഷ്ട്രീയ പ്രേരിതമാണ്. രാഷ്ട്രീയ കരുതിക്കൂട്ടി സ്വന്തം കരുതിക്കൂട്ടി ചെയ്തതാണ് ഗവൺമെന്റ്. അവരുടെ നില മാറ്റിവെക്കാൻ കേസിൽ ജാമ്യഹർജി ഫയൽ ചെയ്തതായി കമറുദ്ദീന്റെ അഭിഭാഷകൻ വിനോദ് പറഞ്ഞു. ഇന്ന് തന്നെ അദ്ദേഹത്തെ കാഞ്ഞങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 1 കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് ഇന്ന് തന്നെ ജാമ്യാപേക്ഷ മൂവ് ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും 420 വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ് അട്രാക്ട് ചെയ്യാത്ത തരത്തിലുള്ള ഒരു പരാതിയാണ് ഈ എല്ലാ കേസുകളിലും നിലവിൽ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ കോടതിയിലും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് MC കമറുദ്ദീൻ്റെ വക്കീൽ എന്നാണ് പറയുന്നത്. 4 കേസുകളിൽ മാത്രം, കാരണം ഒരുപാട് കേസുകളുള്ളതുകൊണ്ട് 4 കേസുകളിൽ മാത്രമാണ് ഇന്ന് അറസ്റ്റ് കാണിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വരുന്ന തീയതികളിൽ ബാക്കി കേസുകളിലും അറസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ അവർ കോടതിയിൽ കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MC കമറുദ്ദീനെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ കോവിഡ് പരിശോധനയ്ക്ക് വിധേയനാക്കി. മാനേജിംഗ് ഡയറക്ടറും മറ്റ് ഡയറക്ടർമാരും ചേർന്ന് ചതിക്കുകയായിരുന്നുവെന്ന് കമറുദ്ദീൻ അന്വേഷണ സംഘത്തിന് മുൻപാകെ നേരത്തെ മൊഴി നൽകിയിരുന്നു. നിക്ഷേപ സമാഹരണം നടത്തിയത് തന്റെ ഉത്തരവാദിത്വത്തിൽ മാത്രമല്ലെന്നും തന്റെ പേരിൽ ബിനാമി ഇടപാടുകളില്ലെന്നും പണമിടപാടുകളിൽ നേരിട്ട് ബന്ധമില്ലെന്നും കമറുദ്ദീൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയിരുന്നു. അതേസമയം തട്ടിപ്പിൽ കൃത്യമായ തെളിവുകളുണ്ടെന്നും ചെയർമാൻ എന്ന നിലയിൽ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ലെന്നതുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. ആഗസ്റ്റ് 27-നാണ് ഫാഷൻ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 115 കേസുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്തു. ന്യൂസ് ഡെസ്ക് KCN.